ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം കിച്ചിടി ടൈപ്പ് ആയിട്ടാണ്. കുറച്ച് ഡെയിലി വെയർ എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് സൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെരുപ്പുകൾ എന്തായാലും വീഡിയോയിൽ കാണുമല്ലോ നമുക്ക് എന്താണുള്ളത്. പക്ഷേ കണ്ണിക്കാളും മുന്നേ സെയിൽ നടക്കുന്ന കാര്യം ആർക്കൊക്കെ അറിയാം. സെയിൽ നടന്നുകൊണ്ടിരിക്കല്ല, ആക്ച്വലി നടക്കാൻ പോകുന്നതാണ് 13th കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ വേഗം വിസ് ലിസ്റ്റിലെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കാർഡിൽ ആഡ് ചെയ്ത് വെച്ചോ. കാരണം സെയിൽ നടക്കുന്നത് 13th ആയാലും നമുക്ക് പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്കാണെങ്കിൽ ഒരു ദിവസം മുന്നേ സെയിൽ തുടങ്ങും. അപ്പോൾ 12-ാം തീയതി സെയിൽ തുടങ്ങും പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്ക്. അല്ലാത്തവർക്കാണെങ്കിൽ 13th പ്രൈം മെമ്പർഷിപ്പ് എടുത്തോട്ടോ. നമ്മളെപ്പോഴും ആമസോണിൽ ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നല്ല ലാഭത്തിനും അതുപോലെ തന്നെ ഫാസ്റ്റ് ഡെലിവറി അങ്ങനെ കുറച്ച് നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഞാൻ ഇട്ടിരിക്കുന്ന കളക്ഷൻ വെച്ച് തുടങ്ങാം. ഇതൊരു നൈറ്റ് സൂട്ടാണ്. നൈറ്റ് സൂട്ട് ആയാലും പോലും നമുക്ക് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ വീട്ടിൽ തന്നെ ഇട്ട് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് പക്ക ഒരു 2 പീസിൻ്റെ ഒരു പൈജാമ സെറ്റൊക്കെ ആയിട്ടുള്ളത്. നല്ല അടിപൊളി കോട്ടൻ്റെ ടീഷർട്ട്. അതിൽ ഫ്രണ്ട് പോർഷനിൽ ഫുൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. നോട്ട് ഇൻ ദി മോഡ്. ഇതന്നെ സെയിം പാൻറ്റിലും വന്നെങ്കിൽ പാൻറ്റ് വരുന്നത് നമുക്ക് പൈജാമ ബൂട്ട് കട്ട് മോഡലാണ്. താഴത്ത് അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല എന്നാൽ ചെറുതായിട്ട് ഒരു ബൂട്ട് കട്ട് ടൈപ്പായിട്ട് പക്ക കോട്ടൺ മെറ്റീരിയൽ. കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിൽ അടിപൊളി കളർ വൈസ് സൂപ്പർ, അതിന് ഫിറ്റിംഗ് സൂപ്പർ, നല്ല ലൂസ് കംഫർട്ടബിൾ. നമ്മൾ കൂടുതൽ വീട്ടിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ കംഫർട്ടാണല്ലോ നോക്കണത്. വീട്ടിൽ തന്നെയല്ല പുറത്തായാലും അങ്ങനെ തന്നെ. പക്ഷേ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നേരം യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ. ഇത് പിന്നെ കുറച്ച് ലൂസാണ്. ലൂസായാലും ഓവർ സൈസ് ടീഷർട്ടൊക്കെ ഇല്ലേ അതുപോലൊക്കെ നമുക്ക് ഇട്ടെന്ന് എടുക്കാം. അത്രയേ ഉള്ളൂ. ഒരു പൊടിക്ക് ലൂസാണ്, ഒരു പൊടിക്കില്ല. കാരണം ഇത് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് ലൂസാണ്. അത് നെവർ മൈൻഡ്, ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പോൾ ഇത് ബ്രാൻഡ് വരുന്നത് സിയോ ബ്രാൻഡിൻ്റെ. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് ലാർജാണ്. ഇനിയിപ്പോൾ ലാർജിൽ നിന്ന് മീഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ടൈറ്റ് ആവും. എനിക്കങ്ങനെ ടൈറ്റ് ഇടുന്നത് ഇഷ്ടമില്ല. ലൂസ് ഫിറ്റിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇഷ്ടമായി. ഫിറ്റിംഗ് വൈസും ഓക്കെയാണ് കേട്ടോ. 2 സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഒരു വൈൻ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് സിയോ ബ്രാൻഡിൻ്റെ ടീഷർട്ടും പൈജാമ അങ്ങനെ ഒരു സെറ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ചെരുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രോക്സ്. യെസ്, അത്യാവശ്യം ക്രോക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബ്രാൻഡഡ് ആണ്, എക്സ്പെൻസീവ് രീതിയിലാണല്ലോ കിടക്കുന്നത്. പക്ഷേ എക്സ്പെൻസീവ് ആണ്. ഒരു 2000-ൻ്റെ മുകളിൽ പോയിട്ടുള്ള ഒരു ഫുട്വെയർ ആണ് കേട്ടോ ക്രോക്സ്. അത്യാവശ്യം 1000-1500 ആ റേഞ്ച് പിടിച്ചോ. ഇത് കംഫർട്ടബിൾ ആണ്, സുഖമാണ് വെയർ ചെയ്യാൻ. നമ്മുടെ നോർമൽ സൈസ് തന്നെ നമ്മൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 കളർ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഈ എന്താ പറയുക, ഒരു തവണ ആ ബ്രാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നില്ല. ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ക്രോക്സ്. ഞാൻ ക്രോക്സ് യൂസ് ചെയ്യാറില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ നോർമലി. കാരണം നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ചെരുപ്പുകൾ മാറി ഇടുമ്പോൾ എപ്പോഴും ഒരെണ്ണത്തുമ്പോൾ അങ്ങനെ കയറി പിടിക്കാൻ പറ്റില്ല. പക്ഷേ വീട്ടിലേക്കായാലും പുറത്തേക്കായാലും ക്രോക്സ് ബെസ്റ്റാണ് കേട്ടോ. സൈസ് അവനവൻ്റെ സൈസ് തന്നെ ചൂസ് ചെയ്യുക. ഇപ്പോൾ 7 സൈസ് ആണെങ്കിൽ 7, 8 ആണെങ്കിൽ 8 ആ സെയിം സൈസ് തന്നെ ചൂസ് ചെയ്യാൻ മതി. പിന്നെ കുറേ പേർക്കൊക്കെ ധാരണയുണ്ട്, നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഫേക്ക് സംഭവങ്ങളാവും വരിക, ഒറിജിനൽ അല്ല വരാൻ. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് ഒറിജിനൽ, പക്ക ഒറിജിനൽ ക്രോക്സ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഷോറൂമുണ്ട്, അടുത്ത് തന്നെ ക്രോക്സിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ അത് ഇതും വെച്ചിട്ട് ഞാൻ കമ്പയർ ഒക്കെ ചെയ്ത് നോക്കി. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുക. നമ്മുടെ ഒറിജിനൽ സൈസ് തന്നെ. അപ്പോൾ 7 ആണ് ഞാൻ എടുക്കണം എന്ന് വെച്ചാൽ 7 സൈസ് തന്നെ. ഇനിയിപ്പോൾ നിങ്ങളുടെ 8 ആണ് സൈസ് എന്ന് വെച്ചാൽ 8 സൈസ്. ഇനിയിപ്പോൾ ഇത് ക്രോക്സ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഒരു യൂണിസെക്സ് ഇതാണ്, യൂണിസെക്സ് പ്രൊഡക്റ്റാണ് ഈ ഒരു ക്രോക്സ് ഫുട്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ മെൻസിനായാലും വുമൻസിനായാലും അതൊരു സെപ്പറേറ്റ് സൈസസ് ഉണ്ടാവും. അപ്പോൾ ആ സൈസ് ചാർട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് സൈസ് ചാർട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇത് ഒറിജിനൽ ആണെന്നുള്ളത് ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ഹോള് വരുന്നത് ഒരു 13 ഹോൾസെങ്കിലും ഉണ്ടാവും. അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ ഹോള് 13 ഹോൾസ് ഉണ്ടാവും. അതാണ് ഒറിജിനൽ. ഡൂപ്പിനൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ റിപ്ലിക്കയ്ക്ക് 13 ഹോൾസിനേക്കാളും കുറവായിരിക്കും ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. അത് എന്തായാലും
13 ആണെന്നുള്ള കാര്യം ഒറിജിനലിൽ അത് ഉറപ്പാണ്. ഇനി അടുത്തേക്ക് കിടക്കാം. ജിയോ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ പൈജാമ സെറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ നോക്കുകയാണെങ്കിൽ നൈറ്റ് വെയറിൻ്റെ നല്ല നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. അതും ക്വാളിറ്റി വൈസ് എന്ന് പറയുമ്പോൾ സൂപ്പർ, പ്രൈസ് വൈസും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നൈറ്റ് വെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു 300-400 ആ ഒരു റേഞ്ചാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ ഇതൊക്കെ വരുമ്പോൾ ഒരു 800-900 ആ ഒരു റേഞ്ചൊക്കെ എന്തായാലും പിന്നെ കുറച്ചുകൂടിയും കൂടുതൽ വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പീസും കൂടി കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ 1000-ൻ്റെ മുകളിലേക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ മെറ്റീരിയൽ അടിപൊളിയാണ്, നല്ല പക്ക കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് പറയണ്ടേ. ഇതൊരു നേവി ബ്ലൂവിൽ 2 പീസിൻ്റെ സെറ്റാണ്. നേരത്തെ നമ്മൾ കാണിച്ചത് ടീഷർട്ടായിരുന്നു, ഇത് വരുമ്പോൾ ഷർട്ടാണ്. അപ്പോൾ ടീഷർട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഷർട്ട് മോഡലായിട്ടും വരുന്നുണ്ട്. ഈ കാണുന്ന ബട്ടൺസ് ഫുൾ ഫങ്ഷനബിൾ ആണ്. അതുപോലെ 2 സൈഡ് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കോട്ടൻ്റെ മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ പോൾക്കാ ഡോട്ട്സിൽ വരുന്നൊരു പാൻറ്റാണ്. 1 സൈഡാണ് ഇതിൻ്റെ പോക്കറ്റ് വരുന്നത്. ഇനി ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ലാർജാണ്. ലാർജ് എന്ന് പറയുമ്പോൾ ഒരു പൊടിക്ക് ലൂസാണ്, കാരണം ഷോൾഡറൊക്കെ ഇതാ ഇവിടെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ലൂസാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി എക്സ്ചേഞ്ച് ചെയ്യാനും പോണില്ല, ഒന്നും ചെയ്യാൻ പോണില്ല. ഇത് ആസ് ഇറ്റ് ഈസ് എനിക്കിഷ്ടമാണ്. കാരണം വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫെക്റ്റ് സൈസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സൈസിനേക്കാളും ഒരു സൈസ് കുറവ് മേടിച്ചാൽ മതി. പക്ഷേ അപ്പോൾ ഷോൾഡർ കയറി കിടക്കും, ഈ സൈഡൊക്കെ ഒന്ന് പൊടിക്കാൻ അങ്ങനെ നല്ല ഇങ്ങനെ ടൈറ്റിൽ കിടക്കും. അപ്പോൾ ഇത് കുറച്ച് ലൂസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സെയിം നിങ്ങളുടെ കുർത്തിയുടെ സൈസൊക്കെ ആണെങ്കിൽ ആ സൈസിൽ മേടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് ജിയോ ബ്രാൻഡിൻ്റെ ലാർജ് സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ പ്രിൻറ്റുകൾ ഇങ്ങനെ മാറിയിട്ട് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പം ഞാൻ ഫുൾ സൈസ് പാൻറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഫുൾ സൈസ് അല്ലാണ്ട് നമുക്ക് ക്യാപ്പറി മോഡലായിട്ടും വരുന്നുണ്ട്, ഷോർട്സ് വരുന്നുണ്ട്, പിന്നെ പാൻറ്റും ഷോർട്സും ടീഷർട്ടും ഷർട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പെയർ ആയിട്ടുള്ളതും വരുന്നുണ്ട്, കോംബോ സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. കാരണം സെയിൽ നടക്കാന്ന്, സെയില് 13th അടിപൊളി സെയിലുകൾ എന്തൊക്കെയാണ്, സെയിലിൽ എത്ര കുറവുണ്ട്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്തെല്ലാം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സെയിൽ നടക്കുന്നത് അതും അപ് ടു 80% ആണ് സെയിൽ നടക്കുന്നത് ഫാഷൻ കാറ്റഗറിയിൽ. പിന്നെ ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ പ്രോഡക്റ്റ്സ് ഉണ്ട്. 1500+ വെറൈറ്റീസ് ഉണ്ട്, 3 lakh+ സ്റ്റൈൽസ് ഉണ്ട്. അങ്ങനെ കളക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആമസോൺ. പിന്നെ ഈസിയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാനും, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സൈസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ഈസി റിട്ടേൺ പോളിസി, എക്സ്ചേഞ്ച് പോളിസി ഒക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ആമസോണിൽ നിന്നാണ് ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു കളക്ഷനായിട്ട് കിടക്കാം. ക്ലോവിയ ബ്രാൻഡിൻ്റെ സൈക്കിൾ ഷോർട്സ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് മെയിനായിട്ട് ഇടാനായിട്ട്. പിന്നെ സൈക്കിളൊക്കെ ഈ പ്രായത്തിലൊന്നും ഓടിച്ച് നടക്കാൻ പറ്റില്ല. എന്തായാലും ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ബെസ്റ്റ് ഒരു പ്രോഡക്റ്റാണ് സൈക്കിൾ ഷോർട്സ്. അപ്പോൾ ഇത് ബ്രാൻഡഡ് ആണ്. ക്ലോവിയ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്, നൈലോണിൻ്റെ മെറ്റീരിയലാണ്, സിലിക്കോൺ നൈലോൺ എന്നൊക്കെ പറയില്ല, ആ ഒരു മെറ്റീരിയലാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇത് ജിമ്മിന് പോകാനായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ഡ്രസ്സിൻ്റെ അടിയിലേക്ക് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇത് പിള്ളേർക്ക്, സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് മസ്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കുട്ടികൾക്കല്ല വലിയവർക്കല്ല എല്ലാവർക്കും ആയാലും സ്വിമ്മിങ് ആയാലും എന്തൊക്കെ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അതിനൊക്കെ ഈ ഒരു ഷോർട്സ് ബെസ്റ്റാണ്. പിന്നെ എലാസ്റ്റിക്കും അടിപൊളി എലാസ്റ്റിക്കാണ്. ഇതിപ്പോൾ ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. ലാർജ് എന്ന് പറയുമ്പോൾ അരയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കറക്റ്റാണ്. ഇനി ഞാൻ ഡയറ്റ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക, അപ്പോഴേക്കും ചിലപ്പോൾ ഇത് ലൂസായി കിടക്കും. എന്തായാലും അങ്ങനെ പക്ക ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, കംഫർട്ടബിളാണ്. ഉടുത്ത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ബ്രാൻഡഡ് ആണ്. ഇനി ഇതിനെക്കുറിച്ച് സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല, ക്ലോവിയ ബ്രാൻഡാണല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം ആയതുകൊണ്ടാണ് നമ്മളിത് പിന്നെ ഹൈലി റെക്കമെൻഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ക്ലോവിയ. എന്നിട്ട് ഈ പ്രാവശ്യം നമ്മളൊക്കെ ബ്രാൻഡഡിലേക്കാണ് കൂടുതൽ കിടന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ജിയോ ബ്രാൻഡിൻ്റെ, അതും ഒരു ബ്രാൻഡഡാണ്. ഇത് ക്ലോവിയ ചെരുപ്പായാലും ക്രോക്സ്. അപ്പോൾ ഇനി ഒരു ചെരുപ്പും കൂടി ഉണ്ട് കേട്ടോ, അത് എടുത്തിട്ട് വരട്ടെ. ഇത് എടുത്തിട്ട് വന്നു കേട്ടോ. ബാറ്റാര ചെരുപ്പ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ എനിക്ക് തോന്നണത് ഈ ഒരു ബ്രാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മുത്തശ്ശിയുടെ കാലം തൊട്ട് ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഇപ്പോഴൊക്കെയല്ലേ പുതിയ ക്രോക്സ് മറ്റൊന്ന് മറിച്ചതൊക്കെ ഇങ്ങനെ പുതിയ ബ്രാൻഡുകൾ വന്ന് തുടങ്ങിയത്. അപ്പോൾ ബാറ്റ ചെരുപ്പ് സാൻഡിൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ഒരു സാൻഡിലാണ്, ബ്ലാക്ക് കളറിൽ. പിന്നെ ഹീലെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു ഹീല്. പിന്നെ ഈ ഒരു സൈഡ് പോർഷൻ എന്ന് പറയുന്നത് ഇത് എലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. ഇവിടെ എലാസ്റ്റിക് ഇങ്ങനെ ഇതൊന്നും വലിക്കാൻ പറ്റില്ല, ഈ ഒരു പോർഷൻ വലിക്കാൻ പറ്റില്ല. ഇവിടെ എലാസ്റ്റിക് ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് കിടക്കും. ഇനിയിപ്പോൾ എൻ്റെ കാല് ഇത്ര ചെറുതൊന്നുമല്ല കേട്ടോ, ഇത് എൻ്റെ മോൾക്ക് മേടിച്ചതാണ്. അവർക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെരുപ്പ്. ഇത്
ബാറ്റയുടെ ബ്രാൻഡ് അതുപോലെ തന്നെ സൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുമ്പോൾ 6 ആണ് കേട്ടോ. 6 ആണ് ഞാൻ മേടിച്ച സൈസ്. മോൾക്ക് ഒരു സൈസ് ചെറുത് മതി, എനിക്കാണെങ്കിൽ 7 മതി. അപ്പോൾ ഇത് എല്ലാം സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് സ്ട്രോങ്ങിൻ്റെ കാര്യത്തിലും ക്വാളിറ്റീൻ്റെ കാര്യത്തിലും പറയേണ്ട ഒരു കാര്യമില്ല, കാരണം ബാറ്റ ബ്രാൻഡാണ്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ്, ഒരുപാട് എന്താ പറയുക, ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ കുറേ വർക്കുകളൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പിക്ക് ചെയ്തത്. ഇതിൽ ഒരു ക്രോസ് മോഡലും ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ നടുക്കിലൊരു ക്രോസ് മോഡൽ. അതായിരുന്നു എനിക്കിഷ്ടമായത്, പക്ഷേ അത് സൈസ് കിട്ടിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യണം. എന്തായാലും ഇത് ഒരു ടാഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കണം ബാറ്റ ബ്രാൻഡിൻ്റെ. നമുക്ക് ഷോറൂമിലൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു ടാഗൊക്കെ ആയിട്ട് വന്ന വശം തന്നെ മോളത് ഇടലും പൊട്ടിക്കലും എല്ലാം കൂടി ഒരുമിച്ചായിട്ടോ. എന്തായാലും അടിപൊളി. ബാറ്റ ബ്രാൻഡ് ഓൾറെഡി നമ്മൾ ഒരുവിധം എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും. എന്തായാലും ഇത് സൈസ് 6 ബാറ്റ ബ്രാൻഡിൻ്റെ. റേറ്റ് ഒരു 600-700 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രാൻഡഡ് ആണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം കാണിച്ചത് മൊത്തം ബ്രാൻഡഡ് ആണ്. ഇനി അടുത്തേക്ക് കിടക്കും. അടുത്തത് ജിം വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീഷർട്ടും അതുപോലെ തന്നെ ആക്റ്റീവ് വെയർ. അപ്പോൾ ടീഷർട്ടിനെ കുറിച്ച് പറയാം. ടീഷർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഷോൾഡർ കട്ട് ചെയ്യാണ്ട് നമുക്ക് സ്ലീവ് ഡയറക്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. ഇത് ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ്. പക്ഷേ ഇത് ജിം വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയത് എൻമോറ ബ്രാൻഡിൻ്റെ ആണ്. ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. കോട്ടൻ്റെ മെറ്റീരിയൽ. ഇതിൽ 2 കളർ അങ്ങോട്ട് അവൈലബിൾ ആണ് കേട്ടോ. ലാർജ് സൈസ് അല്ല, സോറി, മീഡിയം സൈസ്. ആക്ച്വലി ലാർജ് സൈസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാർജ് സൈസ് വന്നപ്പോൾ ഭയങ്കര ലൂസ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ മീഡിയത്തിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഈ എൻമോറ ബ്രാൻഡിൻ്റെ ടീഷർട്ട് മേടിക്കുമ്പോൾ ഒരു സൈസ് ചെറുത് മേടിച്ചാൽ മതിയാവും. മീഡിയം സൈസും ഇപ്പോഴും ലൂസ് തന്നെയാണ്, പക്ഷേ ലൂസ് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. പ്ലെയിൻ ഒന്നുമില്ല, കാര്യമായിട്ട് ജസ്റ്റ് ഒരു പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 1-2 കളറിൽ ഒതുങ്ങുന്നതല്ല, കുറച്ച് കളേഴ്സ് ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഫുൾ കളക്ഷൻസ് കാണാൻ പറ്റും. ഇനി പാൻറ്റ് ആക്റ്റീവ് വെയർ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി. ബിൽസ് ക്ലബ്ബ് ബ്രാൻഡിൻ്റെ. ബിൽസ് ക്ലബ്ബ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മൈൻഡിൽ ഉറപ്പിച്ചോ 1000-ൻ്റെ മേലെ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് വെയർ. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ ഒരുപാട് പാറ്റേൺസും വരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ലെഗിൻസ് പാറ്റേണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ബൂട്ട് കട്ട് വരുന്നുണ്ട്, സ്ട്രെയിറ്റ് കട്ട് വരുന്നുണ്ട്, അങ്ങനെ പല മോഡൽസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഫിറ്റിംഗ് ആണ്, ലെഗിൻസിൻ്റെ ഈ ഒരു ഫിറ്റിംഗ് പോലത്തെ ഫിറ്റിംഗ് ആണ് എനിക്ക് ഇഷ്ടം. കാരണം നമുക്ക് ജിം വെയറിന് ഈ ബൂട്ട് വെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് ഇട്ടിട്ട് ആടണ പോലെ ഒരു ഫീലിംഗ്. ഇതാകുമ്പോൾ പക്ക കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ പോക്കറ്റ് ഒന്നുമില്ല. ഫിറ്റിംഗ് അടിപൊളിയാണ്. പോക്കറ്റ് ഉണ്ട്, പക്ഷെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്. യെസ്, ബാക്ക് സൈഡിലല്ല, ഫ്രണ്ട് സൈഡിൽ എവിടെയോ കൂടെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. യെസ്, ഫ്രണ്ട് സൈഡിലാണെന്ന് തോന്നുന്നുണ്ട്. എവിടെയോ ഒരു പോക്കറ്റ് ഉണ്ട്. ഈ സൈഡിലൊരു പോക്കറ്റ് ഉണ്ട്. യെസ്, ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. ഒരു പൈസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ, ഇയർഫോൺ വെക്കാനും അങ്ങനത്തെ ഈ സൈഡിലായിട്ടാണ്. ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ പോക്കറ്റ് ഉണ്ട്. ഇനി ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ സാധാരണ ലെഗിൻസൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഒരു സൈസ് അപ്പാണ് മേടിക്കാറ്. കുർത്തിയുടെ സൈസ് ലാർജ് ആണെങ്കിൽ നമുക്ക് പാൻറ്റ് ലെഗിൻസിൻ്റെ സൈസ് എക്സൽ ആണ് ഞാൻ മേടിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ആക്റ്റീവ് വെയറിൻ്റെ ബ്രാൻഡല്ല, ആക്റ്റീവ് വെയറിൻ്റെ നമ്മുടെ ബിൽസ് ക്ലബ്ബ് ബ്രാൻഡിൻ്റെ പാൻസൊക്കെ മേടിക്കുമ്പോൾ ഒരു സൈസ് ഞാൻ ചെറുതാണ് മേടിക്കാറ്. കാരണം നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊന്നും എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറയല്ലേ ചെയ്യണം, സൈസ് നമ്മുടെ ബോഡി കുറയ്ക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഒരു സൈസ് ഞാൻ ചെറുതാണ് മേടിക്കാറുള്ളത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ ലാർജ് എക്സൽ സൈസാണ് മേടിക്കുമ്പോൾ ഞാനിത് ലാർജ് അല്ലെങ്കിൽ മീഡിയത്തിലേക്കാണ് മേടിക്കാറുള്ളത്. പെർഫെക്റ്റ് ആണ്. ബ്രാൻഡ് വൈസ് ആയാലും സ്ട്രോങ് വൈസ് ആയാലും കുറേ നാൾ ഈട് നിൽക്കട്ടെ. ഒരെണ്ണം ഇൻവെസ്റ്റ് ചെയ്താൽ കാലത്തേക്ക് നമുക്ക് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബിൽസ് ക്ലബ്ബ് ബ്രാൻഡ്. അപ്പോൾ ഈ പ്രാവശ്യം കാണിച്ചിരിക്കുന്ന മൊത്തം ബ്രാൻഡഡ് ഐറ്റംസ്. പക്ഷേ ബ്രാൻഡഡ് ആയാലും ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ലോങ് ലാസ്റ്റ് ആയിട്ട് കിടക്കും. റിപ്പബ്ലിക് ഡേ സെയില് മറക്കണ്ട. 13th സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് 12th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മുന്നേ ആ ഒരു ബെനിഫിറ്റ് എടുത്തത്. കാരണം 13th ആകുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ആക്സസ് കിട്ടുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് തന്നെ ഫുൾ കാർട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് എത്ര റേഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വേഗം പർച്ചേസ് ചെയ്യാമല്ലോ. 12 മണിക്ക് കൃത്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സെയിൽ, മറക്കണ്ട കേട്ടോ. അപ്പോൾ 80% ഓഫ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിന്. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.